ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ മോണ്ടിസോറി ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള പ്രോടെക് അക്കാഡമിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രോടെക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 2022 വരെ എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികളും അടങ്ങിയിട്ടുള്ളൊരു മീറ്റപ്പാണ് കേട്ടോ. എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ടോ. പിന്നെ എനിക്ക് സുഖമില്ലാതായി, അവിടുന്ന് വന്ന് അങ്ങനെ ജലദോഷവും സൗണ്ടൊക്കെ പോയിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരിയായത്. അപ്പോൾ ഇത് മീറ്റപ്പ് നടക്കുന്നത് CT പ്ലാസയിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പോണത്. അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണട്ടെ. പിന്നെ ഇവിടെ ഇന്ന് വൈകുന്നേരം വരേണ്ട കേട്ടോ പ്രോഗ്രാമൊക്കെ. നജീബ് കാന്തപുരമൊക്കെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. ആശാ വർക്കർമാരൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങൾ ഫോണിൽ കൂടെ ഉള്ള കോണ്ടാക്റ്റ് എന്നല്ലാതെ ആരും തമ്മിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ പ്രോടെക് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഗായിക ഹലയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ എൻജോയ്മെൻറ്റും ത്രില്ലും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കായിരുന്നു കേട്ടോ. ഏറെ ബഹുമാനമുള്ള വിശിഷ്ട അതിഥികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതുപോലെ തന്നെ പ്രിയ വിദ്യാർത്ഥിനികളെ, പ്രോടെക് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കഴിഞ്ഞ അക്കാഡമിയുടെ ഒരു വിപുലമായിട്ടുള്ള ഒരു ഫാമിലി മീറ്റാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയതും നിരവധി സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതുമായ നമ്മുടെ പ്രിയ ഈ സ്ഥാപനത്തിൻ്റെ സന്തതികൾ, അവരുടെ കുടുംബ അംഗങ്ങൾ, ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുള്ള വളരെ ഏറെ നാളത്തെ ഒരു ആശയമായിരുന്നു ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത്. അത് സത്യത്തിൽ ഈ ഒരു സമയത്തേക്കാണ് അതിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി വന്നപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുകയും അതറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏറെ സന്തോഷമുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. വിശാലമായി കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിഥിയാണെങ്കിലും പ്രിയ വിദ്യാർത്ഥിനികളാണെങ്കിലും നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. കാരണം കഴിഞ്ഞു പോയ വർഷത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായും സ്കൂളുകളിലെ ഇതുപോലെയുള്ള മീറ്റപ്പ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊന്നും നമുക്ക് സമയം പിന്നെ ഒരു ലിമിറ്റായിക്കൊണ്ട് വെച്ചാലും നമുക്കത് മതി വരാറില്ല. ഒരുപാട് സംസാരിക്കുവാനും ആ ഒരു പഠന കാലയളവിലെ അനുഭവങ്ങളും അതിന് രംഗങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ സഹപ്രവർത്തകർ, പിന്നെ പേര് വിളിച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അഭിസംബോധന ചെയ്യുന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതി കാരണം.
എല്ലാവരെയും പ്രിയ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്ത് ഇനി ഇവിടെ എത്തിപ്പെടാനുള്ള വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിൻസിപ്പൽ ശുക്കൂർ സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി സിനി ആർട്ടിസ്റ്റ് കൂടിയായ ഉബൈദ് ഖാൻ സാർ, നമ്മുടെ പ്രിയങ്കരായ ചെയർമാൻ സലീം സാർ, ഡയറക്ടർ ഫസൽ സാർ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട പ്രോട്ടക്കിൻ്റെ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥിനി, ടീച്ചേഴ്സ്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തുകൊണ്ടും വളരെയധികം സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അനുഭവങ്ങളും അനുഭവ സമ്പത്തുകളും അറിവിൻ്റെ കൂമ്പാരങ്ങളുമായി വ്യത്യസ്തങ്ങളായ ദിക്കുകളിലേക്ക് തന്നെ, വ്യത്യസ്തങ്ങളായ ജോലിസ്ഥലങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും മടങ്ങിപ്പോവുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞ വ്യത്യസ്തങ്ങളായ മുഖങ്ങളായി മാറി വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ തിരക്ക് പിടിച്ച ഒരിക്കൽ കൂടി നമ്മുടെ കഴിഞ്ഞു പോയ കാലം അനുസ്മരിക്കാനും ഒരു വിദ്യാർത്ഥിനിയായി കൂട്ടുകൂടി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കൂടിച്ചേർന്ന ആ നല്ല ദിനങ്ങൾ ഓർക്കാനും ആ നല്ല ദിനങ്ങളുടെ നല്ല കൂട്ടുകാരുമായി അന്നത്തെ ഓർമ്മകൾ പങ്കുവെക്കുവാനും അന്നത്തെ അധ്യാപകരും അന്നത്തെ മാനേജ്മെൻറ്റും അന്നത്തെ കൂട്ടുകാരും ആയി എല്ലാം നല്ല ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ അല്ലെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അല്ലാതെ വീണ്ടും കാണുമ്പോൾ വീണ്ടും ഒന്നായി ചേരുമ്പോൾ ആർക്കാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് അത്രയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയായിരിക്കുമെന്നത് സംശയമില്ല. ഞാൻ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ചടങ്ങിൻ്റെ പരിപാടിയിൽ നമ്മുടെ ആമുഖ ഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ചെയർമാൻ യൂനിസ് സലീം സാറിനെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സർവ ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പ്രോട്ടക്ട് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രഗത്ഭനായ ഡയറക്ടർ, പ്രോട്ടക്ട് അക്കാദമിയുടെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, പൂന്തോട്ടത്തിലെ വിവിധ പുഷ്പങ്ങളായിട്ട് ഈ പ്രോട്ടക്റ്റിൻ്റെ ഈ വേദിയിൽ മനോഹരമായിട്ട് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ പൂന്തോട്ടത്തിലെ നിറവും മണവും ഈ ഓഡിറ്റോറിയത്തിൽ പരക്കുമ്പോൾ അത് തന്നെയാണ് പ്രോട്ടക്റ്റിൻ്റെ പ്രോട്ടക്ട് ഫാമിലിയുടെ ഹൃദയ തലങ്ങളിൽ എന്നും സ്വീകാര്യമായ കുറച്ച് വിശേഷണങ്ങളും കാഴ്ചകളും നാമങ്ങളും പരിചയങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്, നിങ്ങൾ നിരവധി സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരാണ്, ഇനി ജോലി ചെയ്യേണ്ടവരാണ്. ബന്ധങ്ങൾക്ക് എന്നും വില കൽപ്പിക്കണം, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. ഒരാളും ഒരിക്കലും അകന്നു പോകരുത്, ഒരാളോടും നിങ്ങൾ പിണങ്ങരുത്. ശാസ്ത്രീയപരമായിട്ടും മതപരമായിട്ടും പിണങ്ങുന്ന ആളുടെ മനസ്സ് സങ്കുചിതമാകും എന്നുള്ളതാണ് ഒരുപാട് ഗവേഷകരുടെ നിഗമനങ്ങളും പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഒരാളോടും പിണക്കമില്ല, ഇണക്കങ്ങളില്ല. ചെറിയ ചെറിയ ചിണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിൽ അതൊരു സാഹചര്യം മാത്രമാണ് എന്ന് കണക്കിലാക്കി നിങ്ങളെല്ലാവരോടും ബന്ധങ്ങൾ സ്ഥാപിച്ച് നല്ല ബന്ധങ്ങളുടെ ഉടമകളായിട്ട് നിങ്ങളുടെ അധ്യാപക ജീവിതത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് നിങ്ങളെല്ലാവരോടും കൂടി ഞാൻ ഉണർത്തുകയാണ്, ഓർപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. തന്നെയല്ല, പ്രോട്ടക് ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടായി നമ്മൾ ആസ്വദിച്ച് പോകുന്നതിനപ്പുറത്ത് എക്കാലത്തും പ്രോട്ടക് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 13 വർഷക്കാലം ഞങ്ങൾ 3 പേരാണെങ്കിലും ആ 3 പേരുടെ കൈവെള്ളയിൽ നിൽക്കാൻ പറ്റുന്നതിനപ്പുറത്ത്
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോട്ടക്കിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, പ്രോട്ടക്കിൻ്റെ സാന്ത്വനങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം കൂടെ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ മറ്റുള്ള സോഷ്യൽ മീഡിയകളോ ഒന്നും പ്രോട്ടക്കിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണാൻ സാധ്യമല്ല. അത്തരത്തിൽ ഒരു പരസ്യപ്പെടുത്തിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് നമ്മളും കൊടുക്കുന്നവനും അത് വാങ്ങുന്നവനും മാത്രം അറിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മാത്രമേ പ്രോട്ടക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ശ്രീ ഷുക്കൂർ സാഹിബ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഫസൽ സർ, എൻ്റെ ബാല്യകാല സുഹൃത്തും ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യാപകനുമായിട്ടുള്ള ചെയർമാനുമായിട്ടുള്ള ശ്രീ സലീം സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, പ്രോട്ടക് അക്കാഡമി ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ചാരിറ്റി പ്രവർത്തനം അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാനവിടെ പുറപ്പെടുമ്പോൾ തന്നെ ഇന്നലെ തന്നെ ശ്രീ സലീം സാറിനോട് വിശദീകരിക്കുകയുണ്ടായി. വന്നതിന് ശേഷം ഇതിന്റെ പ്രിൻസിപ്പൽ ഷുക്കൂർ സാറും ചില കാര്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ലോകം എന്താണെന്ന് നിങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടെന്നും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരുമായിട്ടുള്ള നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. നിങ്ങൾക്ക് സമൂഹം എന്താണെന്ന് ഇതിനോടൊന്ന് മനസ്സിലായിട്ടുണ്ടാവും, ജീവിതം എന്താണെന്ന് ഇതിനോടൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ് ഏറ്റവും വലിയ പഠനം. നിരന്തരം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കരുത്ത് നൽകുന്നത് എന്താണ്? മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ്. കാലില്ലാത്തവനെ കാണുമ്പോൾ ചെരുപ്പില്ലാത്തവന്റെ ദുഃഖം മറക്കും. അതെന്തുകൊണ്ടാണ്? എനിക്ക് ചെരുപ്പില്ല, പക്ഷെ അവന് കാല് തന്നെ ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനം പ്രോട്ടക് അക്കാഡമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെ സന്തോഷം. അതിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വളരെ ക്ഷമയും സഹനവും ആവശ്യമായ ഒരു തൊഴിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ചെയ്യാൻ പോകുന്ന തൊഴിൽ വളരെ ക്ഷമയും സഹനവും ആവശ്യമായ തൊഴിലാണ്. അതൊരു ജോലി മാത്രമല്ല, ഒരു സേവനം കൂടിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് പഴയൊരു സിനിമാ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നത്തിന് പഞ്ഞമില്ല, സ്വർണത്തിന് പഞ്ഞമില്ല, കരുണയ്ക്കാണ് പഞ്ഞമെന്ന്. ഇന്ന് കരുണയുടെ അഭാവം കൊണ്ട് സമൂഹത്തിൽ പല തകരാറുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണയില്ല, സ്നേഹമില്ല. സ്നേഹത്തിലൂടെയാണ് ലോകത്തെ മാറ്റാൻ സാധിക്കുന്നത്. സ്നേഹം കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, നിങ്ങളെല്ലാം അധ്യാപകരമാണ്, അല്ലെങ്കിൽ അധ്യാപകരാകാൻ പോകുന്നവരാണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള പുതിയ തലമുറ വരുമ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഇടത്താവളമാണ് ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. പുതിയ തലമുറയെ വാർത്തെടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾ കൂടി ചേർന്നതാണ്, നിങ്ങളിലൂടെയാണ് പുതിയ സമൂഹം, പുതിയ തലമുറ ഉണ്ടാകുന്നത്. നിങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗവാക്കുകളാണ്. തീർച്ചയായിട്ടും ഒരു വികൃതിയായ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാം, മോനെ, അത് നിന്റെ സഹോദരിയാണ്, നീ അവനെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ ഇളം മനസ്സിൽ നിങ്ങൾ നടുന്ന നന്മയുടെ ആ ഒരു വിത്ത് ഉണ്ടല്ലോ, ആ വിത്ത് ആ കുട്ടിയുടെ മനസ്സിൽ കിടന്ന് മുളച്ച് അവൻ വലുതായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് 3-4 വയസ്സാണെങ്കിൽ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ആ ഒരു നന്മയുടെ വിത്ത് മനസ്സിൽ പാകാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ ജീവിതം വളരെ മെച്ചപ്പെടുത്താൻ, മറ്റുള്ളവരുടെ സഹാനുഭൂതിയോടുകൂടി കാണാൻ സാധിക്കുകയും ആ കുട്ടിക്ക് സാധിക്കുന്നുള്ളതാണ്. ഇന്ന് ഇതിൻ്റെയൊക്കെ അഭാവമാണ്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും അഭാവമാണ് ഇന്ന് ജ്യൂസുകളിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് ജ്യൂസുകളുടെ കാലമാണ്. എന്നാൽ വളരെ അപൂർവവും അത്യപൂർവമായി കാണുന്ന ഒരു പ്രതിഭാസമാണത് ജ്യൂസ് കൊടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചിരിക്കാം? നമ്മളൊക്കെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു വന്നവരാണ്, ഓരോ വീടുകളിൽ നിന്ന് വരുന്നവരാണ്. നമുക്കൊക്കെ കിട്ടിയ ശിക്ഷണം ഒരുപക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി വേണ്ടത്ര ആ ഒരു ശ്രദ്ധ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവില്ല. മറ്റൊരാളുടെ ജീവൻ എത്രമാത്രം വിലയുണ്ട് എന്നുള്ളത്
അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സ്നേഹവും കരുണയും ആ കുട്ടിക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ജ്യൂസിൽ കലക്കി കൊടുത്തത്. ഇതൊന്നും വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരിക്കലും നിങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സഹോദരിമാരും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് പറയാണ് അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഒരിക്കലും നമ്മളാരും അത്തരം ചിന്തകളിലേക്ക് പോകരുത്. അതിന് പ്രധാന കാരണം കാരുണ്യം ചെറുപ്പം മുതലേ അഭ്യസിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ ഞാൻ പറഞ്ഞു വന്നത്. പുതിയ തലമുറ വാർത്തെടുക്കുമ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിങ്ങൾക്ക് ഒരുപാട് അവരോട് പറഞ്ഞു കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റോളുണ്ട് ഈ സമൂഹത്തിൽ. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഏതായാലും ഇന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ സലീം, ഞങ്ങൾ ഒരുമിച്ച് ബാല്യകാലങ്ങളിൽ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സലീം നല്ലൊരു സംവിധായകനാണ്, സലീം നല്ലൊരു നടനാണ്, സലീം നല്ലൊരു ഗായകനാണ്. അതിനുപരി അങ്ങനെ ഒരു സംഘാടകനാണ്. ആ ക്വാളിറ്റി അദ്ദേഹം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഈ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ വളരെ മറ്റുള്ളവരെല്ലാവരും ചേർന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നം കൂടി ചേർന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനും ഉണ്ടാവും. ഞാൻ ഒരുപാട് സമയം തിരിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാം ഒരു സൗഹൃദ വേദി കൂടിയാണ്. സൗഹൃദം പങ്കുവെക്കാനുള്ളതാണ്. നമ്മൾ സുഹൃത്തുക്കളെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. സുഹൃത്തുക്കളെ കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പറയാറുണ്ട്. ശരിയാണെന്ന് അറിയില്ല, എന്തായാലും ഓക്കെ, ശരിയാണെന്ന് പറയുന്നു. സന്തോഷം. താങ്ക് യു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചവരും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചവരും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടെ തന്നെ ഈ പ്രോട്ടക് അക്കാഡമിയുടെ ഇന്നത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഫിലിമൊക്കെ കാണുന്ന ആളുകളാണ്. സുന്ദര കല്യാണം, അതേപോലെ സൂര്യ ടി വിയിലെ ഒരു മെഗാ പരമ്പരയായിട്ടുള്ള ദ പോലീസ് സ്റ്റോറി, ഒരു കാരവൻ അപാരത, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഫിലിമുകളും ടെലിഫിലിമുകളും ഒക്കെ ആയിട്ട് ആ ഒരു രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു കലക്ക് അപ്പുറത്ത് തുടക്കം മുതൽക്ക് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരു സമ്പത്ത് അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള ജീവിതത്തിലാണെങ്കിലും പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. പട്ടാമ്പി സേവന ഹോസ്പിറ്റൽ കേൾക്കാത്തവരാരുണ്ടാവില്ല. പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഒരു വലിയ ബിസിനസ് സമുച്ചയം കെട്ടിപ്പൊക്കിയാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ആശുപത്രി കെട്ടിപ്പൊക്കിയാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കൂല. തന്നെയല്ല, ഉള്ള സംഖ്യ അങ്ങോട്ട് പോവുമായിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ ചാരിറ്റി സേവനങ്ങൾ നൽകി അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഉബൈദ് ഖാൻ അവர்கள். ഞാൻ അങ്ങേയറ്റം നന്മ നിറഞ്ഞുകൊണ്ട് ഒരു എളിയ അല്ലെങ്കിൽ പ്രോട്ടക്കിന്റെ ഒരൊറ്റ ഫോൺ കോള് കൊണ്ട്, ഞാൻ എറണാകുളത്തും മറ്റു സ്ഥലങ്ങളിൽ ഒന്നും പോകാതെ ഒരൊറ്റ ഫോൺ കോള് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കുകയും സലീമിന്റെ പ്രോട്ടക്കിന്റെ പരിപാടി എന്തായാലും ഞാൻ എത്തുകയും എന്ന് പറഞ്ഞ ഒരു വലിയ മനസ്സിനെ പ്രോട്ടക്ക് ഒരു നിറഞ്ഞ കവിതയിലൂടെ ബഹുമാനപ്പെട്ട സ്വീകരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഇനി എന്നും ആ ഒരു വർണ്ണപ്പകിട്ടേകുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി പ്രോട്ടക് ഫാമിലി അദ്ദേഹത്തിന് നിറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പ്രോട്ടക്കിന്റെ ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒന്നാണ്. ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും ഈ ഒരു സ്ഥാപനത്തില് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയാ സാർ പറഞ്ഞ പോലെ ഒരു ഭാഗ്യമാണ് സത്യത്തില്. ഇത്രയും നല്ലൊരു സ്ഥാപനം, അവിടെ നിങ്ങൾക്ക് നല്ല ഫാക്കൽറ്റീസ് ഒത്തിരി ആശംസിക്കുന്നു. അതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സത്യം പറയാം, അന്തം വിട്ടിട്ടുണ്ട്. കാരണം എല്ലാവരെയും പേരൊക്കെ ഇത്രയും കാണാപാഠം പഠിച്ചിട്ടുണ്ട്, ഒരേക്ക് വീടിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവരും അടിച്ചു പഠിക്കുക. എല്ലാവിധ ആശംസകൾ നേരുന്നു. പിന്നെ ഞാൻ ഫീസൊന്നും ചോദിക്കണില്ല, നമുക്ക് എൻജോയ് ചെയ്യാം എല്ലാവർക്കും ഒരുമിച്ച്. സ്നേഹപൂർവ്വം ക്ഷണിക്കേണ്ട നല്ലൊരു ഡാൻസറാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണാം. എന്തായാലും വർഷയെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എന്റെ പേര് അറബി ഒഴികെല്ലാതും അപ്പോൾ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമുക്കൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഫുഡിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെർവ് ചെയ്യണത് നമ്മളെ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിലുള്ള കുട്ടികളാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, തൈരും അച്ചാറും, നല്ല ഗംഭീരമായിരുന്നു കേട്ടോ ഫുഡൊക്കെ.
സ്വാഗതം ചെയ്യാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണയുടെ MLA നജീബ് സാർ അവരുകളാണ്. 10 ജാഫർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി പ്രോടെക് അക്കാഡമിയുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഫസൽ സാർ അവരോട് സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട അതിഥികളെ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറെ നന്മ നിറഞ്ഞ ആശാ വർക്കേഴ്സ്, സൗഹൃദം 2002 എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ 13 വർഷമായി കൊണ്ട് പെരിന്തൽമണ്ണയിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഒരു ഫാമിലി മീറ്റും, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 34 വാർഡിലെ ആശാ വർക്കേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങും, അതോടൊപ്പം തന്നെ ദേശീയ അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയ CH ഹംസ മാസ്റ്റർക്കുള്ള ആദരവും, ആരോഗ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ബുഷറ മാമിനുള്ള ആദരവും, അതുപോലെ തന്നെ അധ്യാപക അവാർഡ് ജേതാവായ നൗഷാദ് മാസ്റ്റർക്കുള്ള പുരസ്കാരവും, സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനമനുഷ്ഠിക്കുന്ന സ്മിത മാമിനുള്ള ഒരു ആദരവും നൽകുന്ന ഒരു ചടങ്ങാണ് പ്രോടെക് അക്കാഡമി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പത്തത്ത് ജാഫറിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഫസൽ, ബഹുമാന്യനായ മുനിസിപ്പൽ കൗൺസിലർ എൻ്റെ പ്രിയ സുഹൃത്ത് ജാഫർ പത്തത്ത്, ഇന്ന് ശ്രദ്ധേയമായ നിരവധി അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഈ നാടിൻ്റെ ഗുരുവര്യനായി നമുക്ക് അഭിമാനിക്കാവുന്ന CH ഹംസ മാസ്റ്ററാണ്. അതുപോലെ പ്രിയപ്പെട്ട നൗഷാദ് മാഷാണ് ഗുരുശ്രേഷ്ഠ അധ്യാപക അവാർഡ് ജേതാവ്. കാരണം അവർ ചെയ്യുന്ന സേവനം, ഇവിടെ ചെയ്യുന്ന എല്ലാവരും വലിയ സേവനം ചെയ്ത ആളുകളാണ്. പക്ഷേ ഞാൻ അതിലും വാല്യൂ ചെയ്യുന്നു ഈ പ്രോട്ടക്കിന് ഞാനൊരു ബിഗ് സല്യൂട്ട് കൂടെ കൊടുക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന സമൂഹത്തിലെ ചില മനുഷ്യരുണ്ട്. അവരുടെ സേവനം പലപ്പോഴും നമ്മൾ അത്ര വാല്യൂ ചെയ്യാറില്ല. കാരണം നമ്മളത് കാണുന്നത് ഗ്രാൻഡഡ്, അതങ്ങ് ചെയ്തോളും എന്ന് വിചാരിക്കുന്നതല്ല. അവരെ കണ്ടെത്തുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഒരു നല്ല പരിപാടി വെച്ചു അല്ലേ, ഓണത്തിന് നമ്മളൊരു ക്രിയോത്സവം എന്ന നിലയിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി ഞങ്ങളൊരു മനോഹരമായ പരിപാടി. അന്നാണ് ഇവർക്കകത്ത് ഇത്രയും പ്രതിഭകളുള്ള ഡാൻസുകാരും ഇത്രയും വലിയ കലാകാരികളും ഒക്കെ ആണ് നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാരെന്ന് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം. ഏതായാലും അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം തീർച്ചയായിട്ടും എനിക്കുണ്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് MLA ആയ ആളാണ്. അതുകൊണ്ട് ഒരു ആശാ വർക്കർ എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമാണ് എന്ന് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. ഞാനൊരു കാര്യം നിങ്ങളോട്, പ്രത്യേകിച്ച് കുട്ടികളിവിടെ അവരോട് പറയട്ടെ, നമ്മുടെ നാട് ഇത്ര ആരോഗ്യപൂർണമായി നിൽക്കുന്നതിന് നമുക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ഈ മുമ്പിലിരിക്കുന്ന സഹോദരിമാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഏതായാലും വളരെ മനോഹരമായ ഒരു ചടങ്ങാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ഥാപനങ്ങൾ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറ്. കാരണം നമ്മളെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. പല അർത്ഥത്തിൽ നമ്മുടെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു മനോഹരമായ കഥയില്ല. ഒരിക്കലും കാടിന് തീപിടിച്ചു.
20-21 ബാച്ചിലെ കാരണം നിങ്ങൾ അത്രയൊന്നും പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇവന്റുകളോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം കൊറോണ കാലഘട്ടത്തായിരുന്നു. എന്നിരുന്നാലും ആത്മവിശ്വാസത്തോടു കൂടി പഠിച്ചു നല്ല വിജയം കരസ്ഥമാക്കി മിക്ക ആളുകളിൽ ജോലിയുണ്ട്. എന്താണെങ്കിലും അഭിമാനപൂർവ്വം പ്രോട്ടക്കിന്റെ 2020-21 ബാച്ചിലെ കുട്ടികളെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും എന്തെങ്കിലും 2 വാക്ക്. വളരെയധികം സന്തോഷം. നമുക്ക് പഠിക്കുന്ന കാലയളവിലൊഴികെ പഠനം കഴിഞ്ഞിട്ടും ഇത്രയധികം അവസരങ്ങളിൽ പ്രോട്ടക്കിലൊഴികെ വേറെ എവിടുന്ന് കിട്ടും? പിന്നെ വേറൊരു കാര്യം കൂടി, പിന്നെ ജോലി ഇല്ലാതെ ഇരിക്കുന്നവര് എത്രയും പെട്ടെന്ന് അടുത്ത വർഷങ്ങളിലും തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് ജോബിന് വേണ്ടി ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ്. താങ്ക് യു ഓൾ. ഞങ്ങളെല്ലാവരും നല്ലൊരു ടീച്ചർമാരായിട്ട് എന്നും ഉണ്ടാവുന്നില്ല. ഈ പദക്ക് നൽകി ആദരിക്കുന്നതിന് സ്വാഗതം അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും ഞങ്ങൾക്ക് വന്നവരെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം, അതവർക്ക് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാത്തത്. അപ്പോൾ ഇതാ ഒരു 5:30 ആയപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടോ. മീറ്റപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ മിന്നു പഠിക്കുക എന്ന് പറഞ്ഞു കണ്ടോ പോരാതിരുന്നത്. പിന്നെ ഒന്നാമത് ഇങ്ങോട്ട് പോരുന്നത് ബസ്സിലാന്നും പറഞ്ഞു കേട്ടോ. അത് ബസ് പോരുന്നവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അവൾ പോരായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ നല്ല പഠിപ്പാണ് അവിടെ കാണുന്നത്. എന്താ കാട്ടിക്കണമെന്ന് പറഞ്ഞോ, ഇതാ നല്ല പഠിപ്പല്ലേ, ആള് കടന്നുറങ്ങുക. അപ്പം ഇനിയിപ്പോൾ വിളിച്ചെന്താ പറയുക, എത്രേ നേരം പഠിക്കായിരുന്നു, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തേണ്. അപ്പം ഉമ്മ വന്നപ്പോൾ പറഞ്ഞു 2:30 കടന്നതാണത്. സമയം ഇപ്പം എത്ര മണിയായി? 6:15. 6:15 അല്ല, 5:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.